ഭാര്യയും മക്കളും ഇല്ലാത്തവന്മാരെല്ലാം മക്കുണന്മാരാണോ? മെഹുന പറഞ്ഞുതരാം. ഞങ്ങൾ സിംഗിളായിട്ട് ജീവിക്കുന്നതിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സങ്കടം നാട്ടുകാർക്കാണെന്നാണ് തോന്നുന്നത്. ഒരു കൂട്ടുവേണ്ട, അവസാന കാലത്ത് 2 തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും വേണ്ടേ? മാനസികവും ശാരീരികവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊക്കെയാണ് അറിയേണ്ടത്? ഞങ്ങൾ സിംഗിളായിട്ട് ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു ചോയ്സ് ആണ്. ആ ഒരു ഫ്രീഡം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ശനിയാഴ്ച രാവിലെ 10 മണിവരെ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് ആരുടെയും കരച്ചിലും പരാതികളും ഇല്ലാതെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നല്ല സമാധാനത്തിൽ ഒരു കോഫിയും ഡബിൾ ബുൾസേ ഉണ്ടാക്കി കഴിച്ചിട്ട് 2 മണിക്കൂർ റീൽസ് തോണ്ടിക്കിടന്നു. എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. എന്നിട്ട് വൈകിട്ട് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പുറത്തിറങ്ങി ഷോപ്പിങ്ങിന് പോയി ഒരു മൂവിയെ കണ്ട് ഒരു ബിയറൊക്കെ അടിച്ച് അടുത്തുള്ള തട്ടുകടയിൽ നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചിട്ട് തോന്നിയ സമയത്ത് വന്ന് കിടന്നുറങ്ങി. ആരും ഞങ്ങളെ ജഡ്ജ് ചെയ്യാനില്ല. ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന മക്കുണന്മാരായിട്ടല്ല, അതൊരു കോൺഫിഡൻസിന്റെ ലക്ഷണമാണ്. കല്യാണം, കുട്ടികളൊക്കെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം കൊണ്ടുവരുമെന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം വന്നാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാളും വലിയ സ്വപ്നങ്ങളാണ് ജീവിതത്തിലുള്ളത്. ഞങ്ങൾ അതിന്റെ പുറകെയാണ്. സോ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് തീരെ മൂടില്ല. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ചില സൈക്കോ പാർട്ട്നേഴ്സിനെ കല്യാണം കഴിച്ച പലരും ഇന്ന് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ചിലര് മണ്ണിന്റെ അടിയിലാണ് താമസിക്കുന്നത്. സോ കല്യാണം കഴിക്കുക എന്നുള്ളതല്ല, അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നവര് സ്വയം ഒരു കണ്ണാടിയിൽ നോക്കി ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയാണെന്ന്. എന്നിട്ട് ഞങ്ങളെ വിട്ടേക്കുക, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കല്യാണം കഴിച്ചോളാം.